ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പ് കാലഘട്ടം ആത്മീയ പുതുക്കത്തിൻ്റെ കാലമാണ്. പ്രാർത്ഥന, ഉപവാസം, അനുതാപം, ത്യാഗം തുടങ്ങിയ ജീവിതശൈലിയിലൂടെ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് അനുരൂപപ്പെടുവാൻ നാം തയ്യാറെടുക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. ചിന്താവിഷയമായി അനുതാപത്തോടു കൂടിയുള്ള മധ്യസ്ഥത. കുറിവാക്യം ഉൽപ്പത്തി 18:27. പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. ഐ ആം നത്തിങ് ബട്ട് ഡസ്റ്റ് ആൻഡ് ആഷസ്. ചാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം പൊടിയാണെന്നും പൊടിയിലേക്ക് തിരികെ ചേരേണ്ടവരുമാണ് എന്ന യാഥാർത്ഥ്യമാണ്. ഇത് മനുഷ്യൻ്റെ മർത്യതയും ക്ഷണികതയും ഓർമ്മപ്പെടുത്തുന്നു. അനുതാപത്തിലൂടെ പുനഃസ്ഥാപനത്തിലേക്കും അങ്ങനെ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്കും ഈ കാലയളവിൽ നമുക്ക് യാത്ര ചെയ്യാം. ധ്യാനഭാഗത്ത് സോദോമിൻ്റെയും ഗോമോറയുടെയും അതികഠിനമായ പാപം മൂലം യഹോവയായ ദൈവം ആ പട്ടണത്തെ നശിപ്പിക്കാൻ പോകുന്ന കാര്യം തൻ്റെ സ്നേഹിതനായ അബ്രഹാമിനെ അറിയിക്കുന്നു. തുടർന്ന് അബ്രഹാം ദൈവത്തോട് ആ ജനതയ്ക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. അബ്രഹാം ദൈവത്തോട് ദുഷ്ടനോടുകൂടി നീതിമാനെയും സംഹരിക്കുമോ എന്നും 50 നീതിമാന്മാർ ആ പട്ടണത്തിലുണ്ടെങ്കിൽ അതിനെ സംഹരിക്കുമോ എന്നുമുള്ള തൻ്റെ ആശങ്കകൾ ദൈവവുമായി പങ്കുവെക്കുന്നു. അതിന് യഹോവ 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കും എന്നരുളി ചെയ്യുന്നു. 40, 30, 20, 10 നീതിമാന്മാർ എങ്കിലും ഉണ്ടെങ്കിൽ ആ പട്ടണത്തോട് ക്ഷമിക്കുമോ എന്ന് ചോദിച്ച് മധ്യസ്ഥത ചെയ്യുന്ന അബ്രഹാം പിതാവ്. ഇല്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. ഇവിടെ തൻ്റെ പൗത്രനായ ലോത്തിനു വേണ്ടി മാത്രമല്ല, ആ പട്ടണത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന അബ്രഹാമിനെ കാണാം. 10 നീതിമാന്മാർ പോലും ആ പട്ടണത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ട് ദൈവം സോദോമിനെയും ഗോമോറയെയും നശിപ്പിച്ചതായി നാം വായിക്കുന്നു. അബ്രഹാം പിതാവിൻ്റെ മധ്യസ്ഥത ഫലപ്രദമായ ഒരു പ്രാർത്ഥനയായിരുന്നു. വ്യക്തതയോടും ദൃഢതയോടും കൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സോദോം ഗോമോറ പട്ടണത്തെ പോലെ വഷളത്വമുള്ള ഒരു ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. നാം കേൾക്കുന്ന സമീപകാല സംഭവങ്ങൾ വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. റാഗിംഗ്, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ തുടങ്ങി കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും നിസ്സഹായരായ അമ്മമാരുടെയും രോദനങ്ങൾ നിരന്തരം മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നു. അനുതാപത്തോടുകൂടി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് നമ്മുടെ രാജ്യം, സമൂഹം, സഭ, കുടുംബം എല്ലാറ്റിനും വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ നമുക്ക് കഴിയുമോ? ഭക്തനായ ഇയ്യോബ് പറയുന്നു, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഈ നോമ്പ് കാലയളവ് നമുക്കെല്ലാവർക്കും പുനർവിചിന്തനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു കാലഘട്ടമായി പരിണമിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, അനുതാപ ഹൃദയത്തോടെ ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങളുടെ സമൂഹം, സഭ, കുടുംബത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്യുവാനും വിവിധ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിപ്പാനും ക്രിസ്തുവിൻ്റെ പാത പിൻപറ്റിക്കൊണ്ട് യാത്ര ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. നീ